പുഴകി വീഴാൻ പോകുന്ന മന്ത്രിമാർ ആരൊക്കെ? കേരളത്തിലെ അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ജനരോക്ഷം കണക്കിലെടുത്താൽ LDF വൻ തിരിച്ചടി നേരിടുമെന്നാണ് കണക്ക് കൂട്ടേണ്ടത്. ഇതിനു പുറമെ നിലവിലെ മന്ത്രിസഭയിലെ പല പ്രമുഖരും ഇന്നത്തെ നിലവിലെ കണക്ക് വച്ച് തോൽവി അറിയാനാണ് സാധ്യത. ആരൊക്കെയാണ് പരാജയം നേരിടാൻ സാധ്യതയുള്ള മന്ത്രിമാരെന്ന് പരിശോധിക്കാം. ഊതിപ്പെരുപ്പിച്ച ഭരണ നേട്ടങ്ങൾ PR വർക്കിലൂടെ കൊട്ടിഘോഷിച്ച് നടക്കുമ്പോഴും വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ നിലതെറ്റി തകർന്ന് തരിപ്പണമാകുന്ന പ്രമുഖർ ഇവരാണ്. ഒന്നാമത് AK ശശീന്ദ്രൻ. കോഴിക്കോട് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 2021 3852 മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് വന്നത്. ശശീന്ദ്രൻ പാർട്ടിയായ NCPക്ക് ഒട്ടും വേരോട്ടമുള്ള മണ്ണല്ല ഏലത്തൂര്. ആ പാർട്ടി പലപ്പോഴായി പിളർന്നപ്പോഴും ശശീന്ദ്രൻ LDFന്റെ ഒപ്പം നിന്നു എന്നുള്ളതായി സീറ്റ് ലഭിക്കാൻ ഏറ്റവും വലിയ കാരണവും. പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള ഈ മണ്ണിൽ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചതും എന്നാൽ കഴിഞ്ഞ 2 കൊല്ലത്തിലേറെയായി വന്യമൃഗശല്യവും ആക്രമണവും കൊണ്ട് പൊറുതിമുട്ടിയ മലയോര ജനത ശശീന്ദ്രനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ്. വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അനേകർക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തപ്പോഴും വനമന്ത്രി AK ശശീന്ദ്രന്റെ നിലപാടുകൾ ജനവിരുദ്ധമായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ശശീന്ദ്രന്റെ ഭരണം. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ ശവമഞ്ചവുമായി വാവിട്ട് നിലവിളിച്ച ബന്ധുക്കളെയും ആബാലവൃദ്ധം ജനത്തിന്റെ രോക്ഷവും ഒക്കെ തീർത്ത് അവഗണിച്ച് നീറോ ചക്രവർത്തിയുടെ മനസ്സുമായി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടി രസിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ ഇനി ഇലക്ഷനിൽ ജയിക്കേണ്ട എന്ന് ജനം തീരുമാനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുജനം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. കഴിഞ്ഞ തവണ UDFന്റെ സീറ്റ് വിഭജനത്തിൽ മാണി C കാപ്പൻ നയിക്കുന്ന പാർട്ടിയുടെ എതിരാളിയായി ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം ഇത്തവണത്തെ എതിരാളികൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചാൽ എലത്തൂരുകാര് ശശീന്ദ്രനെ തിരുവനന്തപുരം ഇനി കാണിക്കില്ല എന്നാണ് സൂചന. പോരാത്തതിന് ഇത്തരം കണക്കുകൂട്ടലിൽ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച AK രാഘവന്റെ ലീഡ് 10,000-ൽ പരമായിരുന്നു.